എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ കണ്ണൂർ തന്നെയാണ്. എസൻസിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോഴാണ് നേരത്തെ സ്വാഗതം പറഞ്ഞ പോലെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോലിയുടെ ഭാഗമായി അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അർപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ഇതുപോലെ അധസ്ഥിതരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്കിടയിലും ജയിലുകളിലും അങ്ങനെ എവിടെയൊക്കെയാണോ ആവശ്യമായി നമ്മുടെ നിയമത്തിന് തോന്നുന്നത്, നിയമപാലകർക്ക് തോന്നുന്നത്, അതായത് ജഡ്ജിമാർക്കടക്കം തോന്നുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് തന്ന വിഷയം മനുഷ്യാവകാശങ്ങളാണ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ അവലോകനം പിന്നെ ഒരു കാഴ്ച എന്നാണ്. അതിനെപ്പറ്റി അതിലേക്കുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ എന്താണ് മനുഷ്യാവകാശങ്ങൾ? പിന്നെ നിങ്ങൾ സ്വാഗത ഭാഷണത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വലിയ മനുഷ്യനായിരിക്കും. ഇപ്പം നേരത്തെ നമ്മുടെ വർഗീസേട്ടൻ എന്നെ കണ്ടപ്പോൾ ഇതാണോ വക്കീലെന്ന്. അപ്പോൾ കാണാനൊരു ലുക്കില്ലാന്നേ ഉള്ളൂ, വക്കീൽ തന്നെയാണ്. സലീം കുമാർ നമ്മുടെ മീശ മാധവനിൽ പറയുന്ന പോലെ കാണാൻ ലുക്കില്ലാന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാം. അപ്പോൾ എന്താണ് മനുഷ്യാവകാശങ്ങൾ? ഒരു മനുഷ്യൻ പിറന്ന് വീഴുമ്പോൾ തന്നെ അവന് കിട്ടുന്ന ചില അവകാശങ്ങളെയാണ് മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുന്നത്. അത് ഒരു കുട്ടിക്ക് അവകാശമുണ്ട്. അവൻ മരിക്കുന്നത് വരെ അവന് ഓരോരോ അവകാശങ്ങളുണ്ട്. മനുഷ്യാവകാശങ്ങൾ നമ്മൾ ഇൻഹറൻ്റായിട്ട്, അതായത് നമുക്ക് ജന്മനാ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ അത് ഒരു മനുഷ്യനിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റില്ല, ഇൻസെപ്പറബിളാണ്. അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്, അത് സാർവത്രികവുമാണ്. ഏത് രാജ്യത്തും ഏത് മനുഷ്യനായാലും ഏത് സ്ഥലത്തുള്ള മനുഷ്യനായാലും അവന് അവകാശങ്ങളുണ്ട്. ഇപ്പോൾ അവൻ സിറിയയിൽ ജനിച്ചു പോയി അല്ലെ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചു പോയി, അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ താലിബാനാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് അവന് മനുഷ്യാവകാശങ്ങളില്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. പിന്നെ മനുഷ്യാവകാശത്തിന് ഒരു എവല്യൂഷനുണ്ട്, അതിനൊരു പരിണാമ ഘട്ടങ്ങളുണ്ട്. അത് ആദ്യത്തെ സ്പാർട്ടക്കസ് സ്ലേവ് റിവോൾട്ട് എന്ന് പറയും. സ്പാർട്ടക്കസ് എന്ന് പറഞ്ഞാൽ ഒരു അടിമയായിരുന്നു. പണ്ട് നമുക്ക് അടിമകളും ഉടമകളുമായിരുന്നു, മനുഷ്യന്മാർ തന്നെ. കാശുള്ളവൻ കാശില്ലാത്ത മനുഷ്യനെ വാങ്ങും, അല്ലേ? അടിമകളായിരുന്നു പല മനുഷ്യരും. അങ്ങനെ സ്പാർട്ടക്കസ് എന്ന് പറഞ്ഞൊരു അടിമ കുറച്ച് എന്നെ പോലെ നല്ല കുറച്ച് നമ്മളെ മുന്നബായിയൊക്കെ പോലെ നല്ല മസിലുള്ള ആളായിരുന്നു. അപ്പോൾ ഈ ഉടമയെ തന്നെ അവർ സംഘം ചേർന്ന് ഉടമകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങും. അതാണ് സ്പാർട്ടക്കസ് റവല്യൂഷൻ എന്ന് പറഞ്ഞത്. അത് BCE 73-71 ആ കാലഘട്ടത്തിൽ നടന്നതാണ്. പിന്നെയാണ് ആദ്യമായിട്ട് ഒരു മനുഷ്യാവകാശങ്ങളെപ്പറ്റി ആദ്യമായി സംസാരിക്കുന്ന ഒരു രേഖ ഉണ്ടായത്. അത് 1215 മാഗ്ന കാർട്ട. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ. അത് ഇംഗ്ലണ്ടിലുള്ള കിങ് രാജാവ് ജോൺ കിങ്. അപ്പോൾ അവർ തന്നെ നമ്മൾ രാജാവല്ല, പിന്നെ എല്ലാ മനുഷ്യരെയും അടിമകളാക്കി വെക്കാനുള്ള അവകാശം രാജാവിനില്ല എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉണ്ടാക്കിയ, അതാണ് അതിൻ്റെ രത്നച്ചുരുക്കമായിട്ടുള്ളത് മാഗ്ന കാർട്ടയുടെ. പിന്നെ അതുപോലെ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് അങ്ങനെയൊക്കെ വന്ന് പിന്നെ US ബിൽ ഓഫ് റൈറ്റ്സ് വന്നു. പിന്നെയാണ് ഏറ്റവും ആധാരശിലയായ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട, അതായത് തർജ്ജിമ ചെയ്യപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് വരുന്നത് 1948. അതാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, UDHR എന്ന് പറയും. അതിന് ഏറ്റവും കൂടുതൽ തർജ്ജിമ ചെയ്യപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് എന്ന നിലയിലുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്. അത് നമുക്കറിയുന്നതും അറിയാത്തതുമായ 530ഓളം ഭാഷകളിൽ തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ
നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ അവകാശങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ഒരു സാധനമാണ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. രാഹുൽ ഗാന്ധിയെല്ലാം ഇടക്കിടക്ക് നമ്മുടെ പാർലമെൻറ്റിൽ ഇതെടുത്ത് കാണിക്കും. ഇതിൻ്റെ ചെറിയൊരു ബുക്കാണ് എടുത്ത് കാണിക്കുന്നത്. ഇതാണ് നമ്മളെല്ലാം പഠിക്കുന്ന നമ്മുടെ ഭരണഘടന. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ബൈബിൾ എന്ന് പറയും, മുസ്ലിംസ് ആണെങ്കിൽ ഖുറാൻ എന്ന് പറയും. നമ്മളെന്താ പറയുക? ഇത് ഭരണഘടന. പക്ഷേ അവരുടെ ബൈബിളും ഖുറാനിലും ഒക്കെ എന്തില്ല, ഒരു അക്ഷരം മാറ്റാൻ പറ്റില്ല. ഇത് എത്ര തവണ മാറ്റിയെന്നറിയോ? 106 തവണ മാറ്റി. എപ്പോൾ അവസാനം മാറ്റിയതെന്നറിയോ? 2023. എന്താ മാറ്റം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ സ്ത്രീകൾക്കുള്ള സംവരണം 2023 കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഏറ്റവും ആധാരശിലയായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആധാരശിലയായിട്ട് നമുക്ക് പറയാനുള്ള UDHRനെ പറ്റി മാത്രം പറയാം. കാരണം 30 മിനിറ്റേ സമയമുള്ളൂ. UDHR എന്ന് പറയുന്നത് 1948 ഡിസംബർ 10 ആ രേഖ പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ 30 ആർട്ടിക്കിളുകളാണ്. അതായത് നമ്മുടെ എന്താ പറയുക, വകുപ്പ് അങ്ങനെയൊക്കെ പറയുന്നത് 30 എണ്ണമാണ്. അത് മാത്രം ഉണ്ടായാൽ എല്ലാവരും എത്തിയിസ്റ്റും എല്ലാവരും ഹ്യൂമാനിസം ഉള്ള ആളായിട്ടൊക്കെ മാറും. അതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ്, അതായത് അതിൻ്റെ ചുരുക്കി പറയാം. അതിൽ 30 ആർട്ടിക്കിളുകളിലുള്ളതിൽ ഒന്നാമത്തത് വി ആർ ഓൾ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നാണ്. എന്താണ്? നമ്മളെല്ലാവരും ജനിച്ചത് സ്വതന്ത്രരായിട്ടാണ്, നമ്മളെല്ലാവരും തുല്യരാണ്. തുല്യരാണോ? ഖുറാനിൽ പറയുന്നു സ്ത്രീകൾ എന്തല്ല, മനുഷ്യരല്ല. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കാൻ കോടതിയിൽ നിന്ന് അയക്കാറുണ്ട്. ഇപ്പോൾ അടുത്തൊരു BEd കോളേജിൽ പോയിട്ട് ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ ടീച്ചറായിട്ട് പഠിപ്പിക്കേണ്ട ആൾക്കാർ പറയുന്നത് അങ്ങനെ ഈക്വലൊന്നും അല്ല. ആരാ പറയുന്നത്? പെൺകുട്ടികൾ തന്നെ പറയുന്നത് അത്ര ഈക്വലൊന്നും അല്ല എന്നാണ് പറയുന്നത്. പിന്നെ ചില വാദമുണ്ട്, വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഡിഫറൻസസുകൾ ആഘോഷിക്കാനാണ് പറയുന്നത്. അങ്ങനെയുള്ള വ്യത്യാസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ പ്രൊഫഷനിൽ വക്കീലന്മാരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ഇപ്പം ഞാനുള്ളത് ഒരു സ്ത്രീൻ്റെ കീഴിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും സ്ത്രീകൾക്ക് ഒരു പുരുഷനേക്കാൾ ഒരുപാട് എബിലിറ്റീസ് കൂടുതലാണെന്നാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാവരും തുല്യരാണെന്ന് നമ്മൾ അതാണ് സത്യം. അതേ ഉള്ളൂ. അല്ലാണ്ട് പുരുഷന് അവൻ ഫിസിക്കലി അവൻ സ്ട്രോങ് ഒക്കെ ആണെങ്കിലും എല്ലാവരും തുല്യര് തന്നെയാണ്. പിന്നെ ഡോണ്ട് ഡിസ്ക്രിമിനേറ്റ്, ഇതാണ് രണ്ടാമത്തത്. ഒരു തരത്തിലുള്ള വിവേചനവും ഒരു മനുഷ്യനെതിരെയും പാടില്ല. ജാതി, മതം, നിറം, സ്ഥലം, ഭാഷ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയും വിവേചനം പാടില്ല. അപ്പോൾ നമ്മൾ ഈ 30 എണ്ണവും കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എത്തീസ്റ്റ് ആ ഒരു ചിന്താഗതിയിലേക്ക് തന്നെ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ റൈറ്റ് ടു ലൈഫ്, സുരക്ഷിതത്തോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ്റെ സുരക്ഷിതത്വത്തിനെതിരെ ആരെങ്കിലും അക്രമം കാണിച്ചാൽ, ഇപ്പോൾ ഞാൻ മുമ്പിലിരിക്കുന്ന ആളെ ഒന്ന് അടിച്ചു, ആരാണ് കേസ് കൊടുക്കാമെന്നറിയോ? സ്റ്റേറ്റ് എന്നുണ്ടാവുക, ഓപ്പോസിറ്റ് സൈഡ്. സ്റ്റേറ്റ് വേഴ്സസ് അഖിൽ എന്നുണ്ടാവുക. എല്ലാ ക്രിമിനൽ കേസിലും പ്രോസിക്യൂഷൻ, അതായത് പരാതിക്കാരൻ നമ്മുടെ സമൂഹമാണ്. എല്ലാ ക്രിമിനൽ കേസിലും ഒരാൾക്ക് അടി കിട്ടിയാൽ അയാളല്ല കേസ് കൊടുക്കുന്നത്, അവിടെ സ്റ്റേറ്റ് എന്നാണ് ഉണ്ടാവുക. അത് കോടതിയിലൊക്കെ കയറി ഇറങ്ങിയ ആൾക്ക് അറിയായിരിക്കും. ക്രിമിനൽ ആക്ട് അഗെയിൻസ്റ്റ് സൊസൈറ്റി എന്ന് പറയാം. ഒരാൾ ഒരു അക്രമം കാണിക്കുന്നത് ആ സമൂഹത്തിനെതിരെയുള്ള ഒരു ചെയ്ത്താണെന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും സുരക്ഷിതത്വത്തോടെയുള്ള ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ പറയില്ല നമ്മളെ സംരക്ഷണത്തിനുള്ളതാണ് പോലീസും എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ കൊണ്ടാണ് ഈ മനുഷ്യാവകാശങ്ങളാണ് പല രാജ്യത്തെയും നിയമങ്ങളായിട്ടും അവരുടെ ഭരണഘടനയിലൊക്കെ ചേർക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ നോ സ്ലേവറി, ആർക്കെങ്കിലും നമ്മളെ അടിമയാക്കാനുള്ള അവകാശമില്ല. നമ്മൾ ആരെയും അടിമയാക്കാനും പാടില്ല.
ഇപ്പോൾ ചിലർ പറയുമല്ലോ, എന്നെ അടിമയെ പോലെ, ചില ഫാമിലി കേസിലെ ഭാര്യമാർ വന്നിട്ട് പറയും എന്നെ ഭർത്താവ് ഒരു അടിമയെ പോലെയാണ് കണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു അവകാശവും ആർക്കുമില്ല. പണ്ടേ അടിമത്തം ഒക്കെ ഇവിടുന്ന് മാറ്റപ്പെട്ടെങ്കിലും പലരുടെയും ചിന്താഗതിയിൽ ഇപ്പോഴും അതുണ്ട്. പിന്നെ 5 നോ ടോർച്ചർ, അതായത് നമ്മളെ പീഡിപ്പിക്കാൻ ആർക്കും അവകാശമില്ല, അതേപോലെ തന്നെ ആരെയും പീഡിപ്പിക്കാൻ നമുക്കും അവകാശമില്ല. ഇപ്പം നമുക്കുള്ള അവകാശങ്ങൾ പോലെ തന്നെ നമ്മൾ വേറൊരാൾക്കെതിരെയോ ഒന്നും ഇതേപോലുള്ള പീഡനങ്ങളോ, അങ്ങനെയുള്ള പീഡനം എന്ന് വെച്ചാൽ ഒരു അടി കൊടുക്കുന്നത് പോലും ഒരു പീഡനമാണ്. ഒരാളെ മാനസികമായി വിഷമിപ്പിക്കുന്നത് പോലും ഒരു പീഡനമായിട്ടാണ് നമ്മുടെ നിയമത്തിലടക്കം ഉള്ളത്. യു ഹാവ് റൈറ്റ്സ് നോ മാറ്റർ വെയർ യു ഗോ. ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് പോയാലും നിങ്ങൾക്ക് ഈ അവകാശങ്ങളുണ്ട്. നമ്മളിപ്പോൾ പിന്നെ ഒരു രാജ്യത്ത് പോവുകയാണ്, അപ്പോൾ അവിടെ നമുക്ക് ഈ അവകാശങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ആർക്കും അടിമകളാക്കി വെക്കാൻ പറ്റില്ല, നമ്മളെ ആർക്കും ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ മനുഷ്യാവകാശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. ഏത് സ്ഥലത്ത് നമ്മൾ ഉണ്ട് എന്നുള്ളതനുസരിച്ചല്ല ഈ മനുഷ്യാവകാശങ്ങൾ. പല സ്ഥലത്തും പല നിയമങ്ങളും ഒക്കെയാണ് ഉണ്ടാവുമെങ്കിലും നമുക്ക് എവിടെ പോയാലും ബേസിക്കായിട്ടുള്ളത് ഈ മനുഷ്യാവകാശങ്ങളാണ്. പിന്നെ ആണ് വി ആർ ഓൾ ഈക്വൽ ബിഫോർ ദ ലോ. അങ്ങനെയാണ് എന്തൊക്കെ നടന്നിട്ടുള്ളത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നുള്ള വിധി ഉണ്ടായത് ഇതിനെ ബേസ് ചെയ്താണ്. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യത്യാസമില്ലാതെ. അങ്ങനെയാണ് IPC ഒരു വകുപ്പുണ്ടായിരുന്നു, 497. അതായത് എൻ്റെ ഭാര്യ ഒരാളുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എനിക്ക് ഭാര്യയ്ക്കെതിരെ കേസ് കൊടുക്കാം. അതേസമയം ഭർത്താവ് വേറൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. ആ വകുപ്പിൻ്റെ അകത്ത് ഭാര്യയ്ക്കെതിരെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആ വകുപ്പ് തന്നെ എടുത്തു കളഞ്ഞു. ഇതിനെ ബേസ് ചെയ്ത് എല്ലാവരും തുല്യരാണ് നിയമത്തിൻ്റെ മുന്നിൽ എന്നുള്ള ഇത് പ്രകാരം അഡൾട്ടറി എന്നായിരുന്നു ആ വകുപ്പിന് ചുരുക്കി പറയുക. ആ വകുപ്പ് തന്നെ IPCയിൽ നിന്ന് റിപ്പീൽ ചെയ്ത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ട് റിപ്പീൽ ചെയ്ത് സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞു. പിന്നെയാണ് ഹ്യൂമൻ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ലോ. എല്ലാ മനുഷ്യാവകാശങ്ങളും നമുക്ക് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 വന്നത്. നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാ ജില്ലയിലും സിറ്റിങ്ങിന് വരും. ഇപ്പോൾ ഞാൻ നടത്തുന്ന ചില കേസുകളിൽ ഒരു രസകരമായ ഒരു കേസ് പറയാം, സമയം ഉണ്ടാവും തോന്നുന്നു. അതായത് ഒരു വീടിനകത്ത് ഒരു അമ്മയും മകനും ചിപ്സ് ഉണ്ടാക്കുകയാണ്. നമ്മളെ കായ് വറുത്തതെന്നെല്ലാം കണ്ണൂർ പറയും അല്ലേ, ചിപ്സ്. അതായത് പഴത്തിനെ കൊണ്ടുള്ള ചിപ്സ്, അതായത് പിന്നെ കിഴങ്ങിനെ കൊണ്ടുള്ള കിഴങ്ങ് വറുത്തതെന്നൊക്കെ പറയും. പൊട്ടറ്റോ ഇത് ടപ്പിയോക്ക ചിപ്സും ബനാന ചിപ്സൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ തൊട്ട് സൈഡിൽ ഒരു ലേഡി ഉണ്ട്. അവർ മാത്രമേ ആ വീട്ടിലുള്ളൂ. അവർ ഒരു 60-70 വയസ്സോളമായി. അപ്പോൾ അവർക്ക് ഇതിൻ്റെ സ്മെല്ല് പറ്റുന്നില്ല. അവർ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി. എന്നിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, നിങ്ങൾ അത് മുഴുവനായിട്ട് ആ സ്മെല്ല് അങ്ങോട്ട് പോവാത്ത വിധത്തിൽ ഇത് കവർ ചെയ്യണം. അതാണ് മനുഷ്യാവകാശങ്ങൾ. നമുക്ക് എന്ത് കാര്യത്തിനും മനുഷ്യാവകാശ കമ്മീഷനിൽ പോവാം, എന്ത് കാര്യത്തിനും പോവാം. അതും ഒരു രൂപ പോലും ചിലവില്ല. പിന്നെ നമ്മളെപ്പോലത്തെ വക്കീലിനെ വെക്കണമെങ്കിൽ ചെറിയ ചിലവുണ്ട് എന്നുള്ളൂ. ഞാൻ എൻ്റെ ഭാഗം പിന്നെ ചിപ്സ് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ എന്നിട്ടും പറഞ്ഞത് ഇത് തന്നെയാണ്, എല്ലാം കവർ ചെയ്തിട്ട് ആ സ്മെല്ല് പോലും അങ്ങോട്ട് പോകാത്ത വിധത്തിൽ നിങ്ങൾ ചെയ്യണമെന്നാണ്. പിന്നെ ഡിസ്റ്റൻസും കുറച്ച് ദൂരത്തോട്ട് മാറ്റി നിങ്ങളുടെ അടുപ്പുകൾ സ്ഥാപിക്കണം എന്ന് വരെയാണ് ഉത്തരവിലുണ്ടായത്. അപ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ പോവാം, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയും. അല്ലാതെ നമ്മൾ ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പോയിട്ട്, കോടതിയിൽ നേരിട്ട് പോയിട്ട് നമ്മളൊരു
സ്വകാര്യ അന്യായം ഫയൽ ചെയ്യും, പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യും. അങ്ങനെയുള്ള പല കാര്യങ്ങളും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നു എന്ന് തോന്നിയാൽ നമുക്ക് പറ്റാത്തൊരു മണം, ഒരു സ്മെല്ല് വന്നാൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങളെ സമീപിക്കാം. പിന്നെ നോ അൺഫെയർ ഡീറ്റെയിൻമെൻറ്റ്, അന്യായമായ തടങ്കൽ പാടില്ല. കരുതൽ തടങ്കൽ മിതമായ കാരണങ്ങളില്ലാതെ ചെയ്യുവാനും പാടില്ല, മതിയായ കാരണങ്ങളില്ലാതെ ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് കേൾക്കുന്നില്ലേ, കരുതൽ തടങ്കലിൽ സൂക്ഷിച്ചു. ഇപ്പോൾ പിന്നെ കാശ്മീരിലുള്ള ചില ഭരണാധികാരികളെയൊക്കെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മതിയായ കാരണങ്ങളില്ലാതെയാണെങ്കിൽ അവർക്കൊക്കെ കോടതിയെ സമീപിക്കുകയോ അല്ല മറ്റ് നിയമ സംവിധാനങ്ങളെ സമീപിക്കുകയോ ചെയ്താൽ അവരെയൊക്കെ വെറുതെ വിടേണ്ടതാണ്. ഇപ്പോൾ എ കെ ജി ഉണ്ടല്ലോ, നമ്മുടെ പാർലമെൻറ്റിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള എ കെ ജി അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത രീതി തെറ്റായിരുന്നു. അത് നമ്മളിപ്പോഴും ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുന്ന രീതി തെറ്റാണെങ്കിൽ നമ്മൾ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് എന്നുള്ള കേസാണ് ഉദ്ധരിക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് ചില നിബന്ധനകൾ പാലിച്ചിരിക്കണം. അയാളുടെ വീട്ടിൽ അറിയിക്കണം, ഒരു വക്കീലിനെ അറിയിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വെറുതെ അറസ്റ്റ് ചെയ്യാനോ തടങ്കലിൽ പാർപ്പിക്കാനോ ഒന്നും പാടില്ലെന്നാണ് പറയുന്നത്. അത് ഒരു ഒഫൻസ് തന്നെയാണ്. ഇപ്പോൾ IPC-യിലാണെങ്കിൽ ഇതിന് 2 ഒഫൻസുകളായിട്ട് വരും. ഇപ്പോൾ ഒരാൾ നടന്നു പോകുമ്പോൾ അയാൾ തടഞ്ഞു വെച്ചാൽ അത് റോങ്ഫുൾ റിസ്ട്രെയിൻറ്റ് എന്ന് പറയും. പിന്നെ ഒരാളെ ഒരു മുറിയിൽ പൂട്ടിയിട്ട റോങ്ഫുൾ കൺഫൈൻമെൻ്റ് എന്ന് പറയും. ഒരാളെ മുറിയിൽ പൂട്ടിയിട്ടു. നമ്മൾ കോളേജിൽ റാഗിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആൻറ്റി റാഗിംഗ് ആക്ടിൻ്റെ കൂടെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് റോങ്ഫുൾ റിസ്ട്രെയിൻറ്റ്. ഒരാളെ തടഞ്ഞു നിർത്തിയിട്ടാണ് പറയുക, നീ ഒരു പാട്ട് പാടുന്നു. അപ്പോൾ അതിന് ഒരു കുട്ടി നമ്മളെടുത്ത് വരികയാണെങ്കിൽ നമ്മൾ ഇതുകൂടി ചേർത്തിട്ടാണ് കേസ് ഒരു പരാതി എഴുതി കൊടുക്കുക. പിന്നെ റൈറ്റ് ടു ട്രയൽ, അതായത് ഒരു വിചാരണ നേരിടാനുള്ള അവകാശം. ഏത് കുറ്റം ചെയ്താലും വളരെ നീതിപൂർവമായ ഒരു വിസ്താരം വേണം. അതായത് അത് പൊതുമധ്യത്തിലായിരിക്കണം, കോടതിയിൽ ഓപ്പൺ കോർട്ടിലായിരിക്കണം, അതിന് എല്ലാവരുടെയും സമക്ഷമായിരിക്കണം. അല്ലാതെ ഇപ്പോൾ ഒരു ബിഷപ്പിനെ വെർച്വൽ അറസ്റ്റ് ചെയ്തിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചാണ് വെർച്വൽ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ സൈബർ ഇതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ബിഷപ്പിനോട് അവർ പറഞ്ഞത്, നിങ്ങൾ ഇത് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ പോലും നിങ്ങൾ ആ ഡോറ് തുറന്നു വെക്കണം എന്നാണ്. എന്നിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് ചരിച്ചു വെക്കണം, നിങ്ങൾ ആ മുറി വിട്ട് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അയാൾ കുറേ ആൾക്കാരെ പറ്റിക്കുന്ന ആ ബിഷപ്പ് ഈ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ നൂഹ് അല്ലെങ്കിൽ പിന്നെ ജംതാര എന്നെല്ലാം പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെയുള്ള 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും പഠിച്ച് നല്ല സ്പോക്കൺ ഇംഗ്ലീഷും പഠിച്ച ഇവരുടെ മുമ്പിലാണ് ഇയാൾ പറ്റിക്കപ്പെട്ടത്. ലക്ഷങ്ങളെ പറ്റിക്കുന്ന ആൾ പറ്റിക്കപ്പെട്ടത്. പിന്നെ നമ്മൾ ഏതൊരാൾക്കും പിന്നെ നീതിപൂർവകമായ വിചാരണ നേരിടാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞതിൽ ചില കേസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവിടുന്ന് ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യും. എങ്ങനെയെങ്കിലും കിട്ടിയ മൊബൈൽ ഫോണുകളായിരിക്കും. അപ്പോൾ അയാൾക്ക് ഒരു വക്കീലിനെ വെക്കാനുള്ള സാമ്പത്തികം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ കേസ് അവിടുന്ന് ജയിലിൻ്റെ അകത്തുനിന്ന് പിടിച്ചാലും പിന്നെ ഒരു വക്കീലിനെ സൗജന്യമായിട്ട് നമ്മുടെ ജഡ്ജിമാർ വെച്ച് കൊടുക്കും. ഏതൊരാൾക്കും സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശമുണ്ട്. പിന്നെ അജ്മൽ കസബിനെ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും, നമ്മളെ ഭീകരാക്രമണം നടത്തിയ അവർക്ക് വരെ, ആ അജ്മൽ കസബിന് വരെ ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തി തീവ്രവാദ പ്രവർത്തനം നടത്തി ഒരുപാട് പേരെ കൊന്ന അജ്മൽ കസബിന് വരെ ഇവിടെ വക്കീലിനെ സൗജന്യമായി വെച്ച് കൊടുത്തതിന് ശേഷം, വിചാരണ നടത്തിയതിന് ശേഷമാണ് അയാൾക്കെതിരെയുള്ള ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊരാൾക്കും സൗജന്യമായ നിയമസഹായവും വലിയൊരു വിസ്താരവും നടത്താനുള്ള അവകാശങ്ങൾ ഉണ്ട്. പിന്നെ വി ആർ ഓൾവേസ് ഇന്നസെൻറ്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി. നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഒരു നടനെതിരെ ആരോപണം വന്നു. ആരോപണം മാത്രമല്ലേ വന്നിട്ടുള്ളൂ, നടനെ അനുകൂലിക്കുന്ന കുറേ പേരുണ്ട്. ഒരുപാട് തിയേറ്ററുകളും ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെയുള്ള നടനായതുകൊണ്ട് ആ നടനെ അനുകൂലിക്കാൻ എന്താ പറയുക, നമ്മൾ സ്പോൺസേർഡ് എന്ന് പറയില്ലേ,
സ്പോൺസേർഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവർ പറയും കുറ്റാരോപിതൻ മാത്രമല്ലേ ശിക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുറ്റാരോപിതനാണെങ്കിൽ ആരോപണം മാത്രമാണ്, അയാളെ പിന്നെ എപ്പോഴും ഇന്നസെൻ്റ് ആയിട്ടേ കാണാൻ പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ മനസ്സിലാവേണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, ആ വിചാരണ തീരുന്നത് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ആരോപണ വിധേയം എന്നുള്ള പേര്. പിന്നെ ആ ശിക്ഷ അനുഭവിക്കേണ്ട ആളായിട്ട് മാറും. പിന്നെ റൈറ്റ് ടു പ്രൈവസി. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരാൾ വന്നാൽ നമുക്ക് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്, അത് കടന്നൊരാൾ വന്നാൽ പോലും അതിനെതിരെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കടന്നു എന്ന് പറയാം. പിന്നെ ആ പ്രൈവസിക്കകത്ത് തന്നെ ഇപ്പോൾ IT നിയമമൊക്കെ വന്നതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. IT നിയമത്തിൽ, ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിൽ 66A എന്ന് പറഞ്ഞിട്ടുള്ളൊരു വകുപ്പുണ്ടായിരുന്നു. 66A എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മോശമായിട്ടൊരു മെസ്സേജ് അയച്ചു. നേരത്തെ ജാഫർ ചളിക്കോട് പറഞ്ഞ പോലെ, അയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണെങ്കിൽ അയാൾ വേറൊരു സഖാഫിക്ക് അല്ലെങ്കിൽ ഒരു മൗലവിക്ക് ഒരു മെസ്സേജ് അയച്ചു, മോശമായ ഒരു ഒഫൻസീവ് മെസ്സേജ് അയച്ചാൽ അയാളുടെ ഫോൺ പിടിച്ചെടുക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അയാൾക്കെതിരെ കേസ് കൊടുക്കണം. അപ്പോൾ പറഞ്ഞു അതെൻ്റെ അവകാശമാണ്, എൻ്റെ പിന്നെ സ്വകാര്യതയാണെന്ന് പറഞ്ഞു. സ്വകാര്യതയാണെന്ന് പറഞ്ഞ് നമ്മുടെ സുപ്രീം കോടതിയിൽ വലിയ വാദങ്ങളുണ്ടായി. എന്നിട്ട് അങ്ങനെ ഒരു വകുപ്പ് തന്നെ ആ നിയമത്തിൽ നിന്ന് എടുത്തു കളയാൻ സുപ്രീം കോടതി വിധിച്ചു. അതായത് ഒരാളുടെയും ഫോണ്, ഇപ്പോൾ ജഫർ ചളിക്കോടിൻ്റെയൊക്കെ ഫോണ് പോലീസ് പിടിച്ചു വെച്ചിട്ടില്ലെന്ന് പറയുന്നു. അത് ഒരാൾക്കെതിരെ അതൊക്കെ തിരിച്ച് കിട്ടാവുന്നതാണ്. പിന്നെ ഒരാൾക്കെതിരെ ഒരു മോശമായ മെസ്സേജ് അയച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം അയാളുടെ സ്വകാര്യതയായ, സൈബർ സ്പേസിലുള്ള സ്വകാര്യതയായ അയാളുടെ ഫോൺ പോലും പിടിച്ചു വാങ്ങാനുള്ള അവകാശം ആർക്കുമില്ല. പിന്നെ ഫ്രീഡം ടു മൂവ്, രാജ്യത്തിനകത്തും പുറത്തും എവിടെ വേണമെങ്കിലും സ്വതന്ത്രരായി സഞ്ചരിക്കാം. ഇപ്പം നമുക്ക് ചില രാജ്യങ്ങളിലേക്ക് വിസ വേണ്ട, ഇനി വിസ വേണ്ട രാജ്യങ്ങളിലേക്കാണെങ്കിൽ അവിടുത്തെ ആ വിസ നിയമങ്ങൾ പ്രകാരം നമുക്ക് സഞ്ചരിക്കാം. അതൊക്കെയാണ് നമ്മളിപ്പോൾ ഗോൾഡൻ വിസ അല്ലെങ്കിൽ PR, ഷെങ്കൻ വിസ എന്നൊക്കെ പറയുന്നുണ്ട് യൂറോപ്പിലൊക്കെ. അപ്പോൾ ആ നിയമങ്ങൾ പ്രകാരം നമുക്ക് സഞ്ചരിക്കാം. പിന്നെ റൈറ്റ് ടു സീക്ക് എ സേഫ് പ്ലേസ് ടു ലിവ്. നാട്ടിലൊരു കലാപം നടന്നാൽ നമുക്ക് ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. എവിടെയാണ് ഇപ്പോൾ അവസാനം കലാപം നടന്നത്? ഞാൻ മറ്റേ മൻ കി ബാത്ത് പോലെ ആവണ്ട, അതുകൊണ്ട് റേഡിയോ പോലെ ആവണ്ട, നിങ്ങളും പറഞ്ഞോളൂ. ബംഗ്ലാദേശിൽ. അപ്പോൾ അവരെവിടെയാണ് വന്നേ അഭയം പ്രാപിക്കാൻ വേണ്ടി? ഇവിടെ ഇന്ത്യയിൽ. അതിന് മുമ്പേ ആൾക്കാർ വന്നിട്ടുണ്ട്, ദലൈലാമ വന്നിട്ടുണ്ട്, അങ്ങനെ പല ആൾക്കാരും അഭയം പ്രാപിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ നാട് വിട്ട് വേറെ രാജ്യത്ത് അഭയം പ്രാപിക്കാം. അതാണ് ഈ 14 പറയുന്നത്. പിന്നെ 15 റൈറ്റ് ടു നാഷണാലിറ്റി, ഒരു രാഷ്ട്രത്തിൻ്റെ പൗരത്വത്തിനുള്ള അവകാശം. അങ്ങനെ ഒരുപാട് വർഷങ്ങളായി ആ രാജ്യത്ത് താമസിക്കുന്നുവെങ്കിലും പൗരത്വം ലഭിക്കാത്ത ഒരു കൂട്ടരാണ് ആരാണ്? ഇതേ ബംഗ്ലാദേശ് തന്നെ റോഹിംഗ്യൻസ്. അവർ എത്രയോ ദശാബ്ദങ്ങളായി അവിടെ ജീവിക്കുന്നു, എന്നിട്ടും അവർക്ക് ആ രാജ്യത്തുള്ള പൗരത്വം ആ രാജ്യം കൊടുത്തിട്ടില്ല. പിന്നെ കല്യാണം കഴിക്കാനുള്ള അവകാശം, കല്യാണം കഴിക്കാതിരിക്കാനും അവകാശമുണ്ട്. ഇപ്പോൾ മതത്തിൽ വിശ്വസിക്കണം എന്ന് പറയുന്ന പോലെ മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശങ്ങൾ എന്നുള്ള പോലെ കല്യാണം കഴിക്കാനും. പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജെൻഡർ ഇക്വാലിറ്റി, ഇതൊക്കെ അതിൻ്റെയൊക്കെ തുടക്കമായിട്ട് വരുന്ന ഒരു സംഭവം. കല്യാണം കഴിച്ചു കഴിഞ്ഞാലും പെണ്ണിനും ആണിനും അവരവരുടെ അവകാശങ്ങൾ ഉണ്ട്. ചില ആളുടെ വിചാരം കല്യാണം കഴിച്ചാൽ പിന്നെ മറ്റേ ആൾക്ക് അവകാശങ്ങളൊന്നുമില്ല. ടീച്ചർ ചിരിക്കുന്നു. അപ്പോൾ ടീച്ചറൊക്കെ കുട്ടികളെടുക്കുന്ന അത് കേട്ടിട്ടുണ്ടാവും. പിന്നെ റൈറ്റ് ടു അവർ ഓൺ തിങ്സ്, നമ്മുടെ ഏതുതരം സ്വത്തുക്കളും ഏതുതരം നമ്മുടെ പ്രോപ്പർട്ടി, അത് വസ്തുവാകാം, അങ്ങനെയുള്ള ഏത് കാര്യങ്ങളും നമ്മൾ കയ്യിൽ സൂക്ഷിക്കാനും അത് നമ്മൾ സ്വന്തമായി വെക്കുവാനും ഒക്കെയുള്ള അവകാശം. അതാണ് ഈ 17 പറയുന്നത്. പിന്നെ ഫ്രീഡം ഓഫ് തോട്ട്, അതാണ് ഇവിടെ
സ്വതന്ത്ര ചിന്തയിലേക്ക് എന്നൊക്കെയാണ് നമ്മുടെ എസൻസിൻ്റെയൊക്കെ ഇതിൽ പറയുക. സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ പറയുമല്ലോ, അതാണ് ഈ ഫ്രീഡം ഓഫ് തോട്ടിന് എല്ലാവർക്കും അവകാശമുണ്ട്. ചിന്താ സ്വാതന്ത്ര്യം, സ്വതന്ത്ര ചിന്തകരാകാനും മതവിശ്വാസികളാകാനും മതം മാറാനും നമ്മൾ ചിന്തിക്കുന്നതിൽ വിശ്വസിക്കാനും ഒക്കെയുള്ള അവകാശത്തെയാണ് ഈ ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നോ അതനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു ഈ ട്രൈപോഡാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കതിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ നമ്മൾ ചിന്ത മാത്രം പോരാ, അത് പ്രകടിപ്പിക്കും വേണം. ചില സിനിമകളിലൊക്കെ പറയുന്നില്ലേ, പിന്നെ ഭർത്താവ് തീരെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളെ, അല്ലെ അച്ഛൻ പിന്നെ നമ്മുടെ ഈ സിനിമയുണ്ടല്ലോ, ജയറാമും തിലകനും അച്ഛനും മകനുമായിട്ടുള്ള, എന്തായിരുന്നു സിനിമയുടെ പേര്? വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ അല്ലേ? വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ പറയും. അച്ഛന് ഭയങ്കര സ്നേഹമാണെങ്കിലും പ്രകടിപ്പിക്കില്ല എന്ന് പറയും. അങ്ങനെ പ്രകടിപ്പിക്കുകകൂടി വേണം, നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുകകൂടി വേണം. പ്രകടിപ്പിക്കാനുള്ള അവകാശം, ആ പ്രകടനം എഴുത്തിലൂടെയോ ഏത് തരത്തിലുള്ള പ്രകടനവും ആവാം, സംസാരത്തിലൂടെയോ വരയിലൂടെയോ ഒക്കെ ആവാം. പിന്നെ റൈറ്റ് ടു പബ്ലിക് അസംബ്ലി, നമുക്ക് കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള അവകാശം. ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു സംഘടന ഉണ്ടാക്കാൻ, ഇപ്പോൾ നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്നുള്ള ഒരു സംഘടന ഉണ്ടാക്കിയതുപോലെ ഏത് തരം സംഘടനകളും ഉണ്ടാക്കാനുള്ള അവകാശം. പിന്നെ ജനാധിപത്യത്തിനുള്ള അവകാശം. നമ്മുടെ ഇതിൽ ഈ UDHR ഉണ്ടാക്കിയത് 1948 ജനാധിപത്യമുള്ള രാജ്യങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പല രാജ്യങ്ങളിലും ജനാധിപത്യം ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും ജനാധിപത്യം എത്തണം എന്നാണ് ഈ രേഖയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സാമൂഹികമായ സംരക്ഷണം, സോഷ്യൽ സെക്യൂരിറ്റിക്കുള്ള അവകാശം. സാമൂഹികമായ സംരക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് പെൻഷൻ, പിന്നെ നമ്മൾ ഹെൽത്ത് സെൻ്ററുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുള്ള അവകാശത്തെയാണ് സാമൂഹിക സംരക്ഷണം എന്ന് പറയുന്നത്, സോഷ്യൽ സെക്യൂരിറ്റി. അതേപോലെ ക്രമസമാധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിന്നെ ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക്, അതുകൊണ്ടാണ് പലരും അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെ കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പലരും തിരിച്ചു വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫ്രീ ആണ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, ഏത് തരം ഹോസ്പിറ്റലായാലും. പിന്നെ എഡ്യൂക്കേഷൻ, ഫിൻലാൻഡൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഇപ്പം നമ്മൾ ആണെങ്കിൽ ഇവിടെ ആസ്റ്റർ മിംസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ ഒരുപാട് പണച്ചെലവ്, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകാം. അവിടെയൊക്കെ അങ്ങനെയല്ല, എല്ലാം സൗജന്യമാണ്. അതിനൊക്കെയുള്ള അവകാശങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വളർന്ന് വികസിച്ച ഒരു സമൂഹമായി വരുന്ന രാജ്യങ്ങൾ ഇതൊക്കെ പാലിച്ച് വരുന്നുണ്ട്. പിന്നെ വർക്കേഴ്സ് റൈറ്റ്, എല്ലാ മനുഷ്യർക്കും തൊഴിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. ന്യായമായ കൂലിക്കുള്ള അവകാശമുണ്ട്. തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കാനും തൊഴിലാളി സംഘടന ഉള്ളതിൽ ചേരാനുള്ള അവകാശങ്ങളുണ്ട്. പുതിയതൊരെണ്ണം രൂപീകരിക്കാനുള്ള അവകാശങ്ങളുണ്ട്. പിന്നെ റൈറ്റ് ടു പ്ലേ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കളിക്കാനുള്ള അവകാശം. അതായത് വിശ്രമത്തിനും വിനോദത്തിനും കളിക്കാനും ഒക്കെ നമുക്ക്, ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് വിനോദത്തിന് പോലുമുള്ള അവകാശമുണ്ട്. അങ്ങനെയാണ് സമരങ്ങളൊക്കെ ഉണ്ടായിട്ട് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ ബാക്കി ഉറങ്ങുമോ എന്താണെന്ന് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് അത് പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. പല രാജ്യങ്ങളും ഇപ്പോൾ അങ്ങനെയല്ലാത്ത രാജ്യങ്ങളുണ്ട്. 12-16 മണിക്കൂർ ജോലി ചെയ്യേണ്ടുന്ന രാജ്യങ്ങളുണ്ട്. പിന്നെ ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ ഓൾ, എല്ലാവർക്കും ഭക്ഷണത്തിനും പാർപ്പിടത്തിനുമുള്ള അവകാശമുണ്ട്. വീട് ഒരു അവകാശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എല്ലാവരും അവിടെ നോക്കിയിട്ട് ഉത്തരം പറയും അല്ലേ? അപ്പോൾ വീട് അവകാശമാണെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ലൈഫ് പദ്ധതിയുള്ളത്, പ്രധാനമന്ത്രി ആവാസ് യോജനയുള്ളത്. വീടില്ലാത്ത ആളാണെങ്കിൽ നമ്മളൊരു എന്ത് ചെയ്താൽ മതി? ഒരു അപേക്ഷ കൊടുത്താൽ മതി, എനിക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ട്. വീട് നമ്മുടെ സർക്കാർ നമുക്ക് ഉണ്ടാക്കി തരണം. അത് നമ്മുടെ ഒരു അവകാശമാണെന്ന് പറയുന്നത്. പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം.
പല രാജ്യത്തെ ഭരണഘടനകളിലും ഇത് വന്നിട്ടില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ ആയിരുന്നു. പിന്നെ അത് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ അത് നമ്മൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെ നമുക്ക് സൗജന്യമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഭേദഗതി ചെയ്യപ്പെട്ടു. പിന്നെ കോപ്പിറൈറ്റ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്നൊരു സർഗാത്മക സൃഷ്ടി, ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു വര അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നടത്തിയ ഒരു പ്രസംഗം, അങ്ങനെയുള്ള എല്ലാം നമ്മുടെ മനസ്സിൽ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. ഒരു സർഗാത്മക സൃഷ്ടി എന്ന് പറയും. അത് ചെയ്ത ഉടനെ തന്നെ അതിനൊരു കോപ്പിറൈറ്റ് കിട്ടി. നമ്മൾ അതിന് വേറെ പോയിട്ട് വേറെ പേറ്റൻറ്റോ വേറെ രജിസ്ട്രേഷനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ബുക്ക് എഴുതി അപ്പം തന്നെ അതിനൊരു കോപ്പിറൈറ്റ് അതിൻ്റെ കൂടെ തന്നെ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എന്ന് പറയില്ലേ, അതിൻ്റെ കൂടെ തന്നെ വരികയാണ്. അതാണ് കോപ്പിറൈറ്റിനുള്ള അവകാശം. പിന്നെ നമുക്ക് ഒരു ഫെയർ ആൻഡ് ഫ്രീ വേൾഡ്, ലോകത്ത് എല്ലായിടത്തും സ്വതന്ത്രമായും നല്ല രീതിയിലും നമ്മളുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുഭവിക്കാനുള്ള അവകാശം, നമ്മുടെ അവകാശങ്ങൾ അനുഭവിക്കാനുള്ള അവകാശത്തെയാണ് ഇത് പറയുന്നത്. ലോകത്ത് എവിടെയായാലും നമുക്ക് ഈ അവകാശങ്ങളുണ്ട്. പിന്നെ റെസ്പോൺസിബിലിറ്റി, നമ്മൾക്ക് മറ്റുള്ളവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനും അംഗീകരിക്കാനും സൗകര്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട്. നമുക്ക് അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഒരാളുടെ അവകാശം ഹനിക്കപ്പെട്ടു, അപ്പോൾ ഞങ്ങൾ വേണം അതിനു വേണ്ടി മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാം. ഈ അവകാശം അയാൾക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചെയ്യാം. നമ്മൾ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നൊക്കെ പറയും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു റിട്ടാണ്. 2 മിനിറ്റ് ഉണ്ടല്ലോ അല്ലേ? കഴിഞ്ഞു 2 മിനിറ്റ്. അപ്പോൾ ഇവിടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് കഴിഞ്ഞ് എംടെക് കഴിഞ്ഞ് ഇവിടെ PhD പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അവൻ നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പിന്നെ നമ്മൾ ഭരണഘടനാ അടിസ്ഥാനത്തിൽ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. അവന് സർക്കാർ കൊടുക്കുന്നൊരു ഗ്രാൻഡ് ഉണ്ട്, ഈ ഗ്രാൻഡ്സ് എന്നാണ് പറയുക. ഒരു മാസം 27,000 രൂപ അവൻ ഏതിലാണോ പഠിക്കുന്നത് അതനുസരിച്ചുള്ള. അവൻ PhD പഠിക്കുന്നതുകൊണ്ട് അത് മുടങ്ങാനുള്ള കാരണം അവൻ്റെ ഗൈഡ് എന്ന് പറയുന്ന ആൾ അവൻ്റെ കൂടെ എല്ലാ ദിവസവും 5 മണിക്ക് ചായ കുടിക്കാൻ പോകും. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോഴും വൈകിട്ട് ചായ കുടിക്കാൻ പോകുന്നുണ്ട്. ഇതേ ഗൈഡ് തന്നെ ഇവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റിന് ഒരു ജില്ലാ ഓഫീസുണ്ട്, അവിടത്തേക്കൊരു മെയിൽ അയച്ചിരിക്കുന്നു. ഇവൻ്റെ ഗവേഷണ കാര്യങ്ങളിലൊന്നും തൽപരനല്ല, ഇവൻ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഈ കുട്ടിക്ക് CET എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും, ഞാൻ എൻജിനീയറിംഗ് പഠിച്ചിട്ടാണ് പിന്നെ LLB പഠിച്ചത്. അപ്പോൾ CETയിൽ കിട്ടാനാണ് എല്ലാവരും നോക്കുക തിരുവനന്തപുരത്ത്. അപ്പോൾ ആ എൻജിനീയറിംഗ് കോളേജിൽ ബിടെക് കഴിഞ്ഞു, എംടെക്കിനും റാങ്ക്, എന്നിട്ട് പിന്നെ ഗേറ്റ് എഴുതിയപ്പോൾ കേരളത്തിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടിയാണ്. ഒരുപാട് കുട്ടികളെ അവരുടെ പ്രൊജക്റ്റിന് സഹായിക്കുന്ന എല്ലാം ചെയ്യുന്ന ഒരു കുട്ടിയെക്കുറിച്ച് എല്ലാ ദിവസവും അവൻ്റെ കൂടെ സൗഹാർദ്ദപരമായി ചായ കുടിച്ച് ഇരിക്കുന്ന, ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം, അയാൾ ഒരു നമ്പൂതിരി കാസ്റ്റിൽപ്പെട്ട ആളാണ്. അയാൾ ഒരു മെയിൽ അയച്ചിരിക്കുന്നു. അയാൾ മെയിൽ അയക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം പ്രിൻസിപ്പളാണ് ഒഫീഷ്യലായിട്ട് പിന്നെ SC ഓഫീസിലേക്കൊക്കെ മെയിൽ അയക്കേണ്ടത്. അപ്പോൾ അതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള വൈറസ് എന്ന് പറയുന്നത്. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ആ കേസ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള നിലക്ക് നമ്മളൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് PIL എന്ന് പറയും, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഈ നമ്മുടെ പിന്നെ താജ്മഹലിന് അവിടെ ആസിഡ് റെയിൻ വീഴുന്നതിനെതിരെയൊക്കെ ആ സമയത്തുള്ള ഒരു വക്കീലാണ് മുകേഷ് മെഹ്ത്ത, ആ ഒരു വക്കീലാണ് അങ്ങനെയുള്ള ഇത് ചെയ്തത്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ചെയ്തത്. അപ്പോൾ ഈ ഗ്രാൻസ് എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഈ കാരണം കൊണ്ട് ഒരുപാട് മാസങ്ങളായി കിട്ടുന്നില്ല. അല്ലാതെ തന്നെ സർക്കാർ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ പറഞ്ഞിട്ട് കൊടുക്കുന്നുമില്ല. അതെല്ലാം വെച്ച് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നമുക്ക് ഏതൊരാളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാലും നമുക്ക് ഏതൊരു മനുഷ്യനും അതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിട്ട്, അതായത് ഒരു പൊതു താല്പര്യ ഹർജി എന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, പത്രങ്ങളിലൊക്കെ കാണും, പൊതു താല്പര്യ ഹർജികളായിട്ട് കൊടുക്കാം. അതാണ് അതിലുള്ള ബാധ്യത നമുക്കുള്ളത്. പിന്നെ ഏറ്റവും അവസാനത്ത്, ഒരാൾക്കും നമ്മളുടെ മനുഷ്യാവകാശങ്ങൾ എടുത്തു കളയാനാവില്ല, അതിന് പറ്റില്ല. ഇപ്പോൾ ഇവിടെയുള്ള ആൾ
പറയാണ് മതി നിങ്ങൾ നിർത്തുമെന്ന് പറയുകയാണെങ്കിൽ അത് പറ്റില്ല. പക്ഷെ അവർ നിർത്താൻ വേണ്ടി പറയുന്നുണ്ട്, എന്നാലും അത് അവർക്ക് പറയാനുള്ള അവകാശമില്ല എന്നാണ്. ഓക്കെ, അത്രയുമാണ് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ സംസാരിച്ച ഒരാളുടെ അത്രയും വിവരവും വിദ്യാഭ്യാസവും എനിക്കില്ലെന്ന് തോന്നുന്നു. അതിനുള്ള എന്താ പറയുക, അതിനുള്ള ഒരു എക്സ്പീരിയൻസും എനിക്കുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു എന്താ പറയുക, അങ്ങനെ മറ്റേ വിനീത് ശ്രീനിവാസനെ പോലെ വിനീത വിധേയനാവുകയല്ല, എന്നാലും പറയാണ്, ഒരു ഹമ്പിളായ പ്രസൻറ്റേഷൻ കേട്ടുന്ന എല്ലാവർക്കും നന്ദി.